ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ്. സമാനതകളില്ലാത്ത യുദ്ധത്തിന് ഒരു വർഷം തികയുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരും, കീഴടങ്ങാതെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ. ശനിയാഴ്ച ലെബനനിൽ ഇസ്രായേൽ ബോംബാക്രമണം വിപുലീകരിച്ചു. ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായി കരുതുന്ന ഹാഷിം സഫദിയാനെ ലക്ഷ്യമിട്ട് ബെയ്റൂത്തിനോട് ചേർന്ന് ദാഹിയയിൽ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട്. മരണം 2000 കവിഞ്ഞുവെന്ന ഏറ്റവും പുതിയ കണക്കുകൾ. ലെബനനിൽ 2000 പേർ കൊല്ലപ്പെട്ടതിൽ 127 കുട്ടികളും 261 സ്ത്രീകളുമുണ്ടെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നിരവധി വ്യോമാക്രമണങ്ങളും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ലക്ഷ്യമിട്ട് ഇതാദ്യമായി വടക്കൻ ലെബനനിലെ ട്രിപ്പിളി നഗരത്തിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ട്രിപ്പിളിയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ആക്രമണം. ഒക്ടോബർ 7 യുദ്ധത്തിന്റെ വാർഷികത്തിന് മുന്നോടിയായി തങ്ങളുടെ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച അറിയിച്ചു. തീവ്രവാദികൾ ഹോം ഫ്രണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇസ്രായേൽ പറയുന്നു. ഈ ആഴ്ച യുദ്ധത്തിന്റെ വാർഷിക വേളയിൽ വർദ്ധിച്ച സേനയുമായി ഞങ്ങൾ തയ്യാറാണ്. ഹോം ഗ്രൗണ്ടിൽ ആക്രമണം നടത്താൻ അവർ ശ്രമിക്കുമെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി ഒരു ടെലിവിഷൻ ബ്രീഫിംഗിൽ പറഞ്ഞു. തിങ്കളാഴ്ച തെക്കൻ ലെബനനുള്ളിൽ ഇസ്രായേൽ കര ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം 400-ലധികം ഹിസ്ബുള്ള തീവ്രവാദികളെ തങ്ങളുടെ സൈന്യം വധിച്ചതായി IDF ശനിയാഴ്ച പറഞ്ഞു. സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി ബ്രീഫിംഗിൽ പറഞ്ഞത് പ്രകാരം തുടക്കം മുതൽ സൈന്യം 30 കമാൻഡർമാരുൾപ്പെടെ 440ഓളം ഭീകരരെ കരവ്യോമമാർഗം ഇല്ലാതെയാക്കി എന്നാണ്. പലസ്തീനിയൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ ലെബനനിലെ ആയിരക്കണക്കിന് ആളുകൾ മേഖലയിലെ വ്യാപകമായ സംഘർഷത്തിൽ നിന്ന് പലായനം ചെയ്യുന്നത് തുടരുന്ന സാഹചര്യവുമാണ്. അതേസമയം ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ലോകമെമ്പാടും റാലികളും മറ്റു പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. വടക്കൻ ബെഥാവി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനും ഭാര്യയും 2 പെൺമക്കളും കൊല്ലപ്പെട്ടതായി പലസ്തീൻ തീവ്രവാദി സംഘം അറിയിച്ചിരുന്നു. ലെബനന്റെ കിഴക്കൻ ബെക്ക താഴ്വരയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മറ്റൊരു സൈനിക വിഭാഗം അംഗം കൊല്ലപ്പെട്ടതായി ഹമാസും പിന്നീട് പറഞ്ഞു. പോരാട്ടം രൂക്ഷമായ ലെബനനിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിന് പുറമെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം നിരവധി ഹമാസ് ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. സിവിലിയന്മാരും മെഡിക്കുകളും ഹിസ്ബുള്ള പ്രവർത്തകരും ഉൾപ്പെടെ കുറഞ്ഞത് 1400 ലെബനീസ് കൊല്ലപ്പെടുകയും 12 ലക്ഷത്തോളം പേർ 2 ആഴ്ചയ്ക്കുള്ളിൽ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് കടന്നുപോയത്. ഹിസ്ബുള്ളയുടെ ശക്തമായ സാന്നിധ്യമുള്ള ബെയ്റൂട്ടിന്റെ ജനസാന്ദ്രതയുള്ള തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ പുകപടലങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. ഹിസ്ബുള്ള കമാൻഡർമാരെയും സൈനിക ഉപകരണങ്ങളെയും ലക്ഷ്യമിടുന്നതായും കുടിയൊഴിപ്പിക്കപ്പെട്ട ഇസ്രായേലികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുമെന്നും പങ്കിട്ട അതിർത്തികളിൽ നിന്ന് തീവ്രവാദ ഗ്രൂപ്പിനെ അകറ്റുകയാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ ഊന്നി പറയുന്നു. ലെബനനിലെ ഏറ്റവും ശക്തമായ സായുധ സേനയായ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. ഇത് പലസ്തീനികൾക്കുള്ള പിന്തുണയുടെ പ്രകടനമാണെന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുമുണ്ട്. അന്നു മുതൽ ഇന്നുവരെയും ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും മിക്കവാറും എല്ലാ ദിവസവും വെടിവയ്പ് നടത്തിപ്പോരുകയാണ്. എന്തായാലും ഭീതിയുടെ ഒരു വർഷം, അനുദിനം കലുഷിതമാകുന്ന യുദ്ധമുഖം, രക്തവും കണ്ണീരും വിറങ്ങലിപ്പുമായി ഓരോ ദിനവും കടന്നു പോകുന്ന യുദ്ധം, 3ാം ലോക മഹായുദ്ധം ആസന്നമോ എന്ന ആശങ്കയിൽ ലോകവും.